ജലക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും വെള്ളം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. വെള്ളമില്ലാതായാൽ സ്വാഭാവികമായും വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവും കുറയുന്ന ഒരു കാര്യമാണ്. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നന്നായി ശ്രദ്ധ നൽകാറുണ്ട്. എന്നതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് നമ്മൾ നമ്മുടെ ആഡംബര ലൈറ്റുകളെല്ലാം അണയ്ക്കേണ്ട കാലമാണ്. നമ്മുടെ വീടിൻ്റെ ചുമരുകളിൽ, നമ്മുടെ മതിലുകളിലൊക്കെ വലിയ ആഡംബര ലൈറ്റുകളുണ്ട്. അതെല്ലാം പ്രകാശിപ്പിക്കേണ്ട കാലമല്ല ഇത്. കാരണം വൈദ്യുതി എന്ന് പറയുന്നതിൻ്റെ ക്ഷാമം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോഡ് ഷെഡിങ്ങിന് നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അനാവശ്യമായി ഒരു ലൈറ്റും കത്താൻ പാടില്ല, അനാവശ്യമായി ഒരു ഫാനും കറങ്ങാൻ പാടില്ല. ഈ രൂപത്തിൽ നമ്മുടെ വൈദ്യുത ഉപയോഗങ്ങളിലും വലിയ രൂപത്തിലുള്ള ജാഗ്രത പുലർത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, 3 കുട്ടികളടക്കം 12 പേരാണ് നമ്മുടെ കേരളത്തിൽ സൂര്യാഘാതമേറ്റത്. വെക്കേഷൻ സമയമാണ്. നമ്മുടെ മക്കളൊക്കെ തെരുവോരങ്ങളിൽ കളിക്കാൻ പോകുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കളിയിടങ്ങൾ ഏതെല്ലാം രൂപത്തിലാണ് എന്ന് കൃത്യമായി നമ്മൾ ക്രമീകരിക്കുക. സൂര്യനിൽ നിന്ന് നേരിട്ട് പ്രകാശമേൽക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം. നേർത്തതായ ലൈറ്റ് കളറിലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നിരന്തരമായി വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. വെയിലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതുപോലെ നമ്മൾ അപകടങ്ങളെ എല്ലാ രൂപത്തിലും വിളിച്ചു വരുത്തുന്ന ശീലങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്.